ഉറക്കമില്ലാത്ത രാത്രികൾ അത്രേ പറയാൻ പറ്റും. ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചുട്ടോ ഞാൻ. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മെസ്സേജ് അയച്ചു. ചിലർ റിപ്ലൈ തന്നു, ചിലർ റിപ്ലൈ തന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ നിന്നും ഇതേപോലെ തന്നെ ഉറക്കമില്ലാതെ ടിവിയിലൂടെയും ഫോണിലൂടെയും കാണുന്ന ന്യൂസിലൂടെ ഭയപ്പെട്ട് പേടിച്ച് അവരുടെ മക്കൾക്ക് നിരന്തരം സെക്കൻഡുകളിലുള്ളിൽ മിനിറ്റുകൾക്ക് ഇങ്ങനെ മെസ്സേജുകൾ അയച്ച് റിപ്ലൈ വരാൻ വൈകിക്കാൻ അതിന് ടെൻഷൻ അടിച്ച് ഒരുപാട് പേരുണ്ടാവും ഇന്ന്. ഇന്ന് ഉറക്കമില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം കാണുന്ന ന്യൂസുകളും കേൾക്കുന്ന വാർത്തകളും അങ്ങനെയാണ് പടച്ചു വരുന്നത് മൊത്തത്തിൽ. വിളിച്ചവർ വിളിച്ച് അല്ലെങ്കിൽ അവർ മെസ്സേജ് അയക്കുമ്പോൾ കുഴപ്പമില്ല സേഫ് ആണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ഇന്ന് ആ യുദ്ധം ഇങ്ങനെ നിരന്തരം നിൽക്കുന്നത് കൊണ്ട് അതിനൊരു എന്താ പറയാ ഒരു തീർപ്പ് വരാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ യുദ്ധത്തെ കുറിച്ച് ആധുനികമായിട്ട് എന്ത് പറയാൻ ഒന്നും തന്നെ പറയാൻ അറിയില്ല, അത്ര തന്നെ പറയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ അമേരിക്കയും ഇസ്രായേലും ഇറാഖും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ആണെങ്കിൽ പല കുടുംബങ്ങളിലും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി അവരുടെ ബാധ്യതയും അവരുടെ കഷ്ടപ്പാടിനുമില്ലായിട്ട് ഒരുപാട് പ്രവാസികൾ ഇന്ന് മറുനാട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവസ്ഥ ഓർത്തിട്ട് ഇന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ബട്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്നല്ലാണ്ട് ഒരുപാട് പേര് അതിന് പിന്നെ മരിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങളുൾപ്പെടെ ഇന്ന് തന്നെ കേട്ട് തന്നെ 10-30 ചില പിള്ളേർ പഠിക്കുന്ന സ്കൂളുകളിൽ പോകുന്നത് ഇതൊക്കെയാണ് അവസാന നിമിഷങ്ങളാണ്.